വിളപ്പിൽ പഞ്ചായത്തിലെ ചെറുകോട് വാർഡിൽ NDA BJP സ്ഥാനാർത്ഥിയായി ചെറുകോട് അനിലാണ് മത്സരിക്കുന്നത്. വിളപ്പിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട നിരവധി സമരങ്ങളിൽ മുൻപന്തിയിലുണ്ടായിരുന്നു അനിൽ. അതുകൊണ്ട് തന്നെ ഇത്തവണ തനിക്ക് വിജയം ഉറപ്പാണെന്ന് അനിൽ പറയുന്നു. എൻ്റെ പേര് അനിൽകുമാറാണ്. ചെറുകോട് അനിൽകുമാർ എന്നാണ് അറിയപ്പെടുന്നത്. പാർട്ടിയുടെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ചെറുകോട് വാർഡിൽ, നമ്മുടെ ഈ വാർഡിൽ തന്നെ വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിലെ 6ാം നമ്പർ വാർഡാണ് ചെറുകോട് വാർഡ്. ചെറുകോട് വാർഡിനെ പ്രതിനിധീകരിച്ച് മത്സരിക്കുകയാണ്. നമ്മുടെ വാർഡിൽ നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ആളുകളും നേരിട്ട് കാണാൻ കഴിഞ്ഞു. കുറവുണ്ട്, എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞു, എല്ലാ വീടുകളും സമ്പർക്കം കഴിഞ്ഞു. പക്ഷേ നിരവധി വിഷയങ്ങൾ നമ്മുടെ ഇവിടുത്തെ നാട്ടുകാർ നമ്മളോടൊപ്പം പറയുകയുണ്ടായി. അപ്പോൾ അത്തരം വിഷയങ്ങൾക്കൊക്കെ വളരെ സത്യസന്ധമായ രീതിയിലുള്ളൊരു പൊതുപ്രവർത്തനം കൃത്യമായിട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളിതുവരെ ഞാൻ നടത്തിയിട്ടുള്ള ജനക്ഷേമപരമായിട്ടുള്ള നിരവധി പൊതുപ്രവർത്തനത്തിന് നമ്മുടെ നാട്ടുകാർ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുതന്നെയാണ് നമ്മുടെ നാട്ടുകാരിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നതും. ഇത്തവണ ഒരുപാട് വിഷയങ്ങൾ ഒരുപാട് വിഷയങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു വാർഡ് മെമ്പർ ആയാലും ഏത് കാര്യത്തിലായിരിക്കും പ്രധാനമായും പരിഗണന? നമ്മുടെ നാടിൻ്റെ പൊതുവായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ തൊട്ട് പുറകിൽ കാണുന്ന സ്കൂള് ഇവിടെ നമ്മൾ ഏതാണ്ട് 1.5 വർഷത്തിൽ അധികമായി ഇടിച്ച് മാറ്റിയിട്ടുണ്ട്. അവിടെ ഒരു വാടക കെട്ടിടത്തിലാണ് തൊട്ടടുത്ത് സ്കൂൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ് ട്രൈബൽ സ്കൂളാണ്. അപ്പോൾ ആ സ്കൂളിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് വളരെ ശക്തമായിട്ട് മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ എനിക്കൊരവസരം ഇവിടുത്തെ എൻ്റെ നാട്ടുകാർ തന്നു കഴിഞ്ഞാൽ ഞാൻ ശ്രമിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് വർഷങ്ങളായിട്ട് അംഗൻവാടി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. നാളിതുവരെ സ്വന്തമായിട്ടൊരു കെട്ടിടത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനും ആ അംഗൻവാടി സ്വന്തമായിട്ടൊരു കെട്ടിടത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള പരിശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. മാത്രമല്ല നമ്മുടെ ഈ ചെറുകോട് വാർഡിനെ സംബന്ധിച്ച് വാർഡിൻ്റെ എല്ലാവരുടെയും മെമ്പറായിട്ട് പ്രവർത്തിക്കും എനിക്കൊരവസരം കിട്ടിക്കഴിഞ്ഞാൽ. അതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ജനക്ഷേമ പദ്ധതികൾ ഉറപ്പായിട്ടും അർഹരായ ആളുകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി വളരെ നല്ല രീതിയിലുള്ള ഒരു പരിശ്രമം ഞാൻ നടത്തുമെന്ന് എല്ലാവർക്കും ഞാൻ ഉറപ്പ് കൊടുക്കുന്നു. ഈ വിളപ്പിൽ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ BJP ആണ് ശരിക്കും പറഞ്ഞാൽ ഭരണത്തെ പിന്താങ്ങിയിരുന്നത്. അപ്പോൾ ഇത്തവണ BJPക്ക് ഭരണം പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്? തീർച്ചയായിട്ടും BJP വളരെ ശക്തമായ പ്രവർത്തനമാണ് നമ്മുടെ വിളപ്പിൽ പഞ്ചായത്തിൽ നടക്കുന്നത്. അതുമാത്രമല്ല പാർട്ടിയാണ് BJP തന്നെയാണ് വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കെട്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ 7 ജനപ്രതിനിധികളായിട്ട് BJP 1ാം സ്ഥാനത്തെത്തുകയും 6 ജനപ്രതിനിധിയായിട്ടാണ് LDF, CPM, 2 പ്രതിനിധി CPI, കോൺഗ്രസ് 4 പേരും, അതോടൊപ്പം ഒരു സ്വതന്ത്ര. ഇതാണ് നമ്മുടെ ഇവിടുത്തെ കക്ഷിനില. 20 അംഗങ്ങളായിരുന്നു. ഇപ്പോൾ 2 വാർഡ് കൂടിയിട്ടുണ്ട്. ആ 2 വാർഡ് കൂടിയതിൽ നമുക്ക് നല്ല സാധ്യതയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഭൂരിപക്ഷത്തോടു കൂടി വിളപ്പിൽ ഗ്രാമപഞ്ചായത്ത് ഇത്തവണ BJP ഉറപ്പായും ഭരിക്കും. അതുതന്നെയാണ് നമ്മുടെ ലക്ഷ്യം.